തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറാക്കുമെന്ന ഉറപ്പിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്ന് കൗൺസിലറും മുൻ ഡിജിപിയുമായ ആർ ശ്രീലേഖ. കൗൺസിലറാകാൻ വേണ്ടിയല്ല മത്സരിച്ചത്. ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിലാണ് അവസാനം വി രാജേഷ് മേയറും ആശാനാഥ് ഡെപ്യൂട്ടി മേയറുമായതെന്ന് ശ്രീലേഖ തുറന്നടിച്ചു. ബിജെപി സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കുന്നതാണ് ശ്രീലേഖയുടെ പരസ്യ പ്രതികരണം. എന്നെ തെരഞ്ഞെടുപ്പിന് നിർത്തിയത് കൗൺസിലറായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല, മേയറാകുമെന്ന വാഗ്ദാനത്തിന് പുറത്താണ്. മത്സരിക്കാൻ ഞാൻ വിസമ്മതിച്ചിരുന്നു. ഞാനായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ മുഖമെന്നും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടയാളാണെന്നുമാണ് വിചാരിച്ചത്. എന്നാൽ കൗൺസിലർ ആകേണ്ട സാഹചര്യത്തിൽ പാർട്ടി പറഞ്ഞത് അംഗീകരിച്ചു നിന്നു. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നതെന്നും അത്തരമൊരു ചിത്രമാണ് എല്ലായിടത്തും കൊടുത്തതും. എല്ലാ പത്രങ്ങളുടെയും ചർച്ചകൾക്കും എന്നെയാണ് വിട്ടുകൊണ്ടിരുന്നത്. എന്തോ കാരണങ്ങൾക്ക് വേണ്ടി അവസാന നിമിഷം മാറി. രാജേഷിന് ഭേദപ്പെട്ട രീതിയിൽ മേയറായി പ്രവർത്തിക്കാൻ കഴിയുമെന്നും ആശയ്ക്ക് ഡെപ്യൂട്ടി മേയറായി പ്രവർത്തിക്കാൻ കഴിയുമെന്നും കേന്ദ്രത്തിന് തോന്നിയതുകൊണ്ടാണ് അത്തരമൊരു തീരുമാനം വന്നതെന്ന് എന്റെ കണക്കൂട്ടലെന്ന് ഓൺലൈൻ മാധ്യമത്തോട് ശ്രീലേഖയുടെ പ്രതികരണം. കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനമെടുക്കുമ്പോൾ എതിർത്ത് നിന്ന് പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടാൻ പറ്റില്ല എന്നും ശ്രീലേഖ തുറന്നടിച്ചു. തന്നെ ജയിപ്പിച്ച ആളുകളുണ്ട്, അവരോട് തനിക്ക് ആത്മാർത്ഥതയും കൂറുമുണ്ട്. അതിനാലാണ് 5 വർഷത്തേക്ക് കൗൺസിലറായി തുടരാൻ തീരുമാനിച്ചത്. ചിലപ്പോൾ അത് നല്ലതിനായിരിക്കുമെന്നും ശ്രീലേഖ കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി സംസ്ഥാന നേതൃത്വം മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിച്ച ശ്രീലേഖയെ അവസാന നിമിഷം മാറ്റിയാണ് വി രാജേഷിനെ പദവിയിലേക്ക് ഉയർത്തിയത്. രാജേഷിനെ മേയറാക്കാൻ RSSനെ അടക്കം ഇടപെടുത്തി മുരളീധര പക്ഷം നടത്തിയ നീക്കം ഫലം കാണുകയായിരുന്നു. ഒടുക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാമെന്ന വാഗ്ദാനമാണ് നേതൃത്വം ശ്രീലേഖയ്ക്ക് നൽകിയിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ പരാജയപ്പെട്ടാൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി അടക്കമുള്ള സ്ഥാനങ്ങളും സംസ്ഥാന നേതൃത്വം ശ്രീലേഖയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ച ധാരണയോട് ശ്രീലേഖ എതിർപ്പറിയിച്ചിട്ടില്ല. മേയർ സ്ഥാനത്ത് പരിഗണിക്കാത്ത സംബന്ധിച്ച പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്നും സംസ്ഥാന നേതൃത്വം ശ്രീലേഖയോട് അഭ്യർത്ഥിച്ചിരുന്നു.